നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. കോതമംഗലം ടൗണിൽ നടന്ന സംഘർഷത്തിന്റെ ഭാഗമായി അറസ്റ്റ് ചെയ്യപ്പെട്ട മാത്യു കുഴൽനാടൻ MLA-ക്കും എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസിനും താൽക്കാലിക ജാമ്യം ലഭിക്കുമ്പോൾ അത് സർക്കാരിന് തിരിച്ചടി. ആശുപത്രി സംരക്ഷണ നിയമം എങ്ങനെ ദുരുപയോഗപ്പെടുത്താമെന്നതിന് തെളിവാണ് ഈ കേസ്. സർക്കാരിനെതിരെ പ്രതിഷേധിച്ചാൽ കേസെടുക്കുന്ന അവസ്ഥയാണിപ്പോൾ. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണം വിസ്മൃതിയിലാക്കുകയാണ് ഇതിനു പിന്നിലെ ലക്ഷ്യമെന്ന് പ്രതിപക്ഷം ആരോപണം ഉന്നയിക്കുന്നു. ആശുപത്രി സംരക്ഷണ നിയമം എങ്ങനെ ദുരുപയോഗപ്പെടുത്താമെന്നതിന് തെളിവാണ് മാത്യു കുഴൽനാടനെതിരായ ഈ കേസ്. പൂക്കോട്ടെ സിദ്ധാർത്ഥിന്റെ മരണം വിസ്മൃതിയിലാക്കുകയും ആശുപത്രി സംരക്ഷണ നിയമപ്രകാരം കുഴൽനാടനെ അകത്താക്കുകയുമായിരുന്നു ഇതിനു പിന്നിലെ ലക്ഷ്യം. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരെ ആരോപണം ഉന്നയിച്ചതു മുതൽ തുടങ്ങുന്ന വേട്ടയാടലാണ് കഴിഞ്ഞ ദിവസം പുതിയ തലത്തിലെത്തിയത്. ഇടക്കാല ജാമ്യം കിട്ടിയിരുന്നെങ്കിൽ കുഴൽനാടനെ സർക്കാർ ജയിലിലടക്കുമായിരുന്നു. രാത്രി 12 മണിക്കായിരുന്നു അറസ്റ്റ്. രണ്ടുപേരുടെ ഗൂഢാലോചനയാണ് ഇതിനു പിന്നിൽ. പോലീസ് ആസ്ഥാനത്തെ പ്രമുഖനും സെക്രട്ടേറിയറ്റിലെ പ്രധാനിയും ചേർന്ന് നടത്തിയ നാടകം. കാട്ടാന ആക്രമണത്തിൽ വയോധിക കൊല്ലപ്പെട്ട വിഷയത്തിൽ മാത്യു കുഴൽനാടൻ MLA-യുടെയും എൽദോസ് കുന്നപ്പള്ളി MLA-യുടെയും നേതൃത്വത്തിൽ അനിശ്ചിതകാല ഉപവാസം 7 മണിയോടെ ആരംഭിച്ചിരുന്നു. സമരപ്പന്തലിൽ നിന്നാണ് മാത്യു കുഴൽനാടനെയും മുഹമ്മദ് ഷിയാസിനെയും പോലീസ് അറസ്റ്റ് ചെയ്തത്. കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട വയോധികയുടെ മൃതദേഹവുമായി കോൺഗ്രസ് കോതമംഗലത്ത് പ്രതിഷേധം നടത്തിയിരുന്നു. കോൺഗ്രസ് നേതാക്കളായ ഡീൻ കുര്യാക്കോസ് MP, മാത്യു കുഴൽനാടൻ MLA, DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം ടൗണിലാണ് പ്രതിഷേധം നടന്നത്. മൃതദേഹവും വഹിച്ച് റോഡിലൂടെ പ്രതിഷേധവുമായി നീങ്ങിയ നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് തടയാൻ ശ്രമിച്ചെങ്കിലും പരാജയപ്പെട്ടു. തുടർന്ന് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ഈ സംഭവത്തിൽ ആശുപത്രി സംരക്ഷണ നിയമം ഉപയോഗിച്ചുവെന്നതാണ് വസ്തുത. രാത്രിയിലെ അറസ്റ്റ് ഇരുവർക്കും ജാമ്യം കിട്ടില്ലെന്ന പ്രതീക്ഷയായിരുന്നു. ഈ അജണ്ടയുടെ പുറത്ത് പോലീസ് നടത്തിയ അക്രമമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. നിലവിലെ പ്രതിസന്ധിയിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി സർക്കാർ നടത്തിയ പദ്ധതി മാത്രമായിരുന്നു പോലീസിന്റെ നരനായാട്ടെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശമ്പളം കൊടുക്കാൻ കഴിയാത്തത്, സിദ്ധാർത്ഥിന്റെ മരണം തുടങ്ങി സംസ്ഥാന സർക്കാർ നേരിടുന്ന വലിയൊരു ജനരോക്ഷത്തിൽ നിന്ന് ശ്രദ്ധ തിരിക്കുന്നതിനു വേണ്ടിയാണോ ഇത് എന്ന് സംശയിക്കുന്നു. രാവിലെ മൃതദേഹവുമായി പ്രതിഷേധം നടത്തിയതിനു ശേഷം വിഷയം സംസാരിച്ചു തീർക്കുന്നതിനു വേണ്ടി മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. ഏതാനും കാര്യങ്ങളിൽ ധാരണയിലെത്തുകയും കളക്ടറും DFOയും സംസാരിക്കാൻ തയ്യാറായി കോതമംഗലത്ത് എത്തുകയും ചെയ്തു. എന്നാൽ ഏതോ അജ്ഞാത കേന്ദ്രത്തിൽ നിന്ന് മൃതദേഹം വിട്ടുകൊടുക്കുന്നതിന് ശേഷം മാത്രം സംസാരിച്ചാൽ മതിയെന്ന് പറഞ്ഞ് കളക്ടറെയും DFOയും സംസാരിക്കാൻ അനുവദിക്കാതെ മനഃപൂർവ്വം ഒരു പോലീസ് ആക്ഷൻ സൃഷ്ടിച്ച് മൃതദേഹത്തെ അങ്ങേയറ്റം നിഷ്ഠൂരമായി കൊണ്ടുപോയി. ഉപവാസ സമരം വളരെ ശാന്തമായി സമാധാനമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇരുട്ടിന്റെ മറവിൽ പോലീസ് വളരെ ആസൂത്രിതമായി DCC അധ്യക്ഷനെ മാത്രം ബ്രാഞ്ചിൽ കൊണ്ടുപോകുന്നത് പോലെ തട്ടിക്കൊണ്ടുപോയി. ജാമ്യം ലഭിച്ചതിന് പിന്നാലെ മാത്യു കുഴൽനാടൻ പറഞ്ഞു, പോലീസിന്റെ ഏറ്റവും ധിക്കാരവും ധാർഷ്ട്യവും നിറഞ്ഞ നടപടിയാണ് കോതമംഗലത്ത് അരങ്ങേറിയത്. ഇതുകൊണ്ടൊന്നും സമരത്തെ തളർത്താമെന്ന് കരുതണ്ട. പൊതുജനങ്ങളെ അണിനിരത്തി മുൻപോട്ട് പോകുമെന്ന് മാത്യു കുഴൽനാടൻ പറഞ്ഞു. ഇടക്കാല ജാമ്യം വീടുകളിലേക്ക് മടങ്ങുകയല്ല, പോരാട്ടത്തിന് സമരപ്പന്തലിലേക്ക് മടങ്ങുകയാണ്. വീണ്ടും അവിടെ വെച്ച് കാണാമെന്നും മാത്യു കുഴൽനാടൻ പറഞ്ഞു. CPM-ന്റെ കൊട്ടേഷൻ സംഘമായി പോലീസ് ഉദ്യോഗസ്ഥന്മാർ മാറിയെന്ന് മുഹമ്മദ് ഷിയാസ് പറഞ്ഞു. സമരം അതിശക്തമായി മുൻപോട്ട് കൊണ്ടുപോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.